ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഉന്നത വിജയം നേടിയവരെ മാത്രം അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണതയിൽ നിന്ന് മാറി വിജയം കരസ്ഥമാക്കിയ ഹയർ സെക്കൻഡറിയിലെ എല്ലാ വിദ്യാർത്ഥികളെയും കോഴിക്കോട് MP ആദരിക്കുന്നു. അനുമോദിക്കുന്നതിനോടൊപ്പം ഭാവി ജീവിതത്തിനുതകുന്ന പ്രോത്സാഹന ക്ലാസുകളും വിദ്യാർത്ഥികൾക്കായി ഒരുക്കും. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. റെയിൽവേ സ്റ്റേഷൻ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി പിന്നീട് പറയുമെന്ന് MK രാഘവൻ MP. ഇപ്പോൾ സമയമായില്ലെന്നും MP. നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഫാർമസി കൊണ്ടുവരാനുള്ള നടപടി ജനങ്ങളെ വലയ്ക്കുമെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ മെയ് 30 മെഡിക്കൽ ഷോപ്പുകൾ അടച്ച് പ്രതിഷേധിക്കും. ജില്ലയിലെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിജയികൾക്ക് അനുമോദനവുമായി MK രാഘവൻ MP. വൈബ്രന്റ് കോഴിക്കോട് 2017 എന്ന പേരിലാണ് പരിപാടി. വാർത്തകൾ വിശദമായി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുമെന്ന് MK രാഘവൻ MP. അതിന് സമയമായിട്ടില്ലെന്നും സമയമായാൽ എല്ലാം തുറന്നു പറയുമെന്നും MP മാധ്യമങ്ങളോട് പറഞ്ഞു. ഏതായാലും അതിനുവേണ്ടി ഞാൻ മറ്റൊരു ദിവസം ഞാൻ വന്നോളാം, നിങ്ങളുടെ മുമ്പിൽ ഇരുന്നോളാം, നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം നൽകിക്കോളാം. ഒരു തർക്കവും ഉണ്ടാവില്ല. ഞാൻ സമയം ആവാത്തോണ്ടാണ്, അതിന് സമയം ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അപ്പോഴും എല്ലാ കാര്യം പറഞ്ഞോളാം. അതുവരെ എല്ലാവരും ഉന്നയിക്കേണ്ട, എല്ലാവരും ഉന്നയിക്കട്ടെ എല്ലാ കാര്യങ്ങളും. ഹോട്ടലുകളിൽ മിന്നൽ പരിശോധന. രാമനാട്ടുകര നഗരസഭ ആരോഗ്യ വിഭാഗം ബുധനാഴ്ച നടത്തിയ പരിശോധനയിൽ 7 ഹോട്ടലുകളിൽ നിന്നും ഉപയോഗശൂന്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. രാമനാട്ടുകര നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ബുധനാഴ്ച രാവിലെ 6:30 മുതൽ നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തത്. പകുതി വേവിച്ച് ശീതീകരണികളിൽ സൂക്ഷിച്ച ഭക്ഷണ സാധനങ്ങളാണ് പിടിച്ചെടുത്തവയിൽ മിക്കവയും. രാമനാട്ടുകരയിലെ 7 വൻകിട ഹോട്ടലുകളിലാണ് പരിശോധന നടന്നത്. സെൻട്രൽ ഹോട്ടൽ, നബീസ് ഹോട്ടൽ, ന്യൂ ഗോൾഡൻ ബേക്ക്, പാരഡൈസ് ഹോട്ടൽ, കാലിക്കറ്റ് ഗേറ്റ്, കമ്ര ഹോട്ടൽ, റോയൽ ഫുഡ് എന്നീ ഹോട്ടലുകളിലാണ് റെയ്ഡ് നടന്നത്. ഭക്ഷ്യയോഗ്യമല്ലാത്ത ചിക്കൻ, ബീഫ്, കൂന്തൽ, ചെമ്മീൻ, കല്ലുമ്മക്കായ, പൊറോട്ട, ചപ്പാത്തി, ചോറ്, വിവിധ എണ്ണകൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോപാലൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് കുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജുവാൻ എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. പല ഹോട്ടലിലും പഴകിയ എണ്ണകൾ, അതുപോലെ വേവിച്ച ആഹാരങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ചോറ്, ചപ്പാത്തി, അതുപോലെ പൊറോട്ട, ഇങ്ങനെ പഴകിയ സാധനങ്ങളൊക്കെ പല സ്ഥലത്തും അവർ സൂക്ഷിച്ചു വിൽക്കാൻ വേണ്ടിയിട്ട്, വീണ്ടും ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്തിൽ നഗരസഭാ ഹെൽത്ത് വിഭാഗം ഇന്ന് രാവിലെ പരിശോധന നടത്തിയിട്ട് പിടിച്ചെടുക്കുകയുണ്ടായിട്ടുണ്ട്. 7 ഹോട്ടലുകൾ, 7 വലിയ ഹോട്ടലുകളാണ് ഇന്ന് രാവിലെ ഹെൽത്ത് വിഭാഗം പരിശോധന നടത്തിയത്. ഹോട്ടൽ റോയൽ ഫുഡ്, ന്യൂ ഗോൾഡൻ ബേക്ക്, ഹോട്ടൽ നസീബ്, പാരഡൈസ്, സെൻട്രൽ ഹോട്ടൽ, കാലിക്കറ്റ് ഗേറ്റ്, കമർ, ഇത്രയും ഹോട്ടലുകളാണ് പരിശോധിച്ചിട്ടുള്ളത്. ഹോട്ടലുകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിലവിലെ നിയമങ്ങൾ മാറ്റി ഫാർമസി കൊണ്ടുവരാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടി ജനങ്ങളെ വലയ്ക്കുമെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AN മോഹനൻ. AKCDA ജില്ലാ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ കോഴിക്കോട് യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മവും സംസ്ഥാന പ്രസിഡന്റ് AN മോഹൻ നിർവഹിച്ചു. നിലവിലെ നിയമങ്ങൾ മാറ്റി ഫാർമസിയിലേക്ക് കൊണ്ടുവരാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരെ മെയ് 30 മെഡിക്കൽ ഷോപ്പുകൾ അടച്ചിട്ട് സമരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു.
ജില്ലാ പ്രസിഡന്റ് കെ ടി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി തോമസ് രാജു, സംസ്ഥാന ട്രഷറർ ഒ എം അബ്ദുൽ ജലീൽ, മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ പി ശിവാനന്ദൻ, ഡോക്ടർ വി പി ശശിധരൻ, രഞ്ജിത്ത് ദാമോദരൻ, വേണുഗോപാല സർപ്പങ്കല, പി പി അൻവർ, എം പി അബ്ദുൽ ഗഫൂർ, ഐബ് തോമസ്, കെ കുട്ടൻ, ടി പി കൃഷ്ണൻ, സി ശിവരാമൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലയിലെ അന്തരിച്ച മെമ്പർമാരുടെ കുടുംബാംഗങ്ങൾക്കുള്ള വെൽഫെയർ ഫണ്ട് വിതരണവും SSLC+2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയവർക്കുള്ള ഉപഹാര സമർപ്പണവും സമ്മേളനത്തിൽ നടന്നു. ഇത് കേരളമാണെന്നും ശാശ്വതമായി ഇവിടം ഭരിക്കാമെന്ന് LDF കരുതേണ്ടെന്നും MK രാഘവൻ MP. ഭരണമാറ്റം ഇനിയുമുണ്ടാകും. ഭരണത്തിന്റെ ആനുകൂല്യം പറ്റി ജില്ലാ സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടി അനീതിയാണെന്നും അദ്ദേഹം ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഭരണമാറ്റം കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിലെ സമാധാനപരമായ തൊഴിലന്തരീക്ഷം കലുഷിതമാക്കുന്നു. ഭരണസമിതിക്ക് പകരം ജോയിന്റ് രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്ററായി ചാർജ് എടുത്തതിനു ശേഷം തൊഴിലാളി വിരുദ്ധ നിലപാടുകളാണ് ബാങ്കിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് KDC ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ. അനീതിക്കെതിരെ തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് ബാങ്കിന് മുന്നിൽ കൂട്ട ധർണ നടത്തി. ധർണ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ഭരണത്തിന്റെ ആനുകൂല്യം പറ്റി യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ഥലം മാറ്റിയത് തീർത്തും അനീതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിതമാർഗമാണ് എല്ലാവർക്കും വലുത്. പാവപ്പെട്ട താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതിലൂടെ എന്ത് വിപ്ലവമാണ് നേടിയതെന്നും അദ്ദേഹം ചോദിച്ചു. LDF നിയമിച്ച താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാതെ സംരക്ഷിച്ച ചരിത്രമാണ് UDF-നുള്ളത്. ഭരണം മാറുമെന്ന കാര്യം LDF മറക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന VS-ന്റെ ഭരണകൂടം താൽക്കാലികമായി നിയമിച്ചിട്ടുള്ള കേരളത്തില് 12,000-ഓളം വരുന്ന CPM-കാരെ പിരിച്ചുവിട്ടില്ലെന്ന് മാത്രമല്ല UDF ഗവൺമെന്റ് നിലനിർത്തിയ പാരമ്പര്യമാണ് നിങ്ങൾ ആലോചിക്കണം. മറ്റൊന്നുമല്ല, ജീവിത പ്രശ്നമാണ് ഇവിടെ നിങ്ങൾ ആലോചിക്കണം. ഒരു പാവപ്പെട്ട താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടത് കൊണ്ട് എന്ത് വിപ്ലവം ഉണ്ടാവാൻ വേണ്ടിയാണ് ഇവിടെ ഉണ്ടാവേണ്ടി പോകുന്നത്? അർഹമായ പ്രൊമോഷനുകൾ ഉടൻ അനുവദിക്കുക, സ്ഥലമാറ്റങ്ങൾ ട്രാൻസ്ഫർ നോംസിന് മാത്രം വിധേയമായി നടപ്പാക്കുക, രാഷ്ട്രീയ പക്ഷപാതപരമായി താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടി റദ്ദാക്കുക, കണക്ടിവിറ്റി പ്രശ്നത്തിൽ ഉടൻ പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൂട്ടധർണ നടത്തിയത്. ഓൾ കേരള ജില്ലാ സഹകരണ ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് P. പ്രദീപ് കുമാർ അധ്യക്ഷനായിരുന്നു. HMS സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ, AKDC BEC ജനറൽ സെക്രട്ടറി CK അബ്ദുൾ റഹിമാൻ, INTUC ജില്ലാ പ്രസിഡന്റ് M. രാജൻ, AITUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK നാസർ, AKBF സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മിദാസ്, ജില്ലാ സെക്രട്ടറി KV സൂരി, മൂസ പന്തിരാങ്കാവ്, PK സുരേഷ്, KK അജിത് കുമാർ, അബ്ദുൾ റസാഖ്, സുഭാഷ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സർക്കാർ അനുമതി നൽകിയിട്ടും ഉദ്യോഗസ്ഥരുടെ നിസ്സംഗതയാണ് പോർട്ട് മണൽ വിതരണത്തിന് കാലതാമസം നേരിടുന്നതിന് പിന്നിലെന്ന് CITU ജില്ലാ ജനറൽ സെക്രട്ടറി KK മാമു. മോട്ടോർ എംപ്ലോയീസ് അസോസിയേഷൻ INTUC നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നടന്ന മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ പുതിയ ഉത്തരവ് പ്രകാരം പോർട്ട് മണൽ വിതരണം ചെയ്യുവാനുള്ള അധികാരം വടകര, പയ്യോളി നഗരസഭകൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഉത്തരവ് ലഭിച്ച് 45 ദിവസങ്ങളിലായിട്ടും മണൽ വിതരണം പൂർണ്ണമായി നിലച്ച അവസ്ഥയാണ്. ഈ സാഹചര്യത്തിലാണ് തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മണൽ വിതരണ രംഗത്തെ കാലതാമസം ഒഴിവാക്കുക, മോട്ടോർ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണാ സമരം CITU ജില്ലാ ജനറൽ സെക്രട്ടറി KK മമ്മു ഉദ്ഘാടനം ചെയ്തു. സർക്കാർ തീരുമാനമെടുത്തിട്ടും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് മണൽ വിതരണം തടസ്സപ്പെടുത്തുന്നതിന് പിന്നിലെ കാരണമെന്ന് അദ്ദേഹം ആരോപിച്ചു. മേഖല സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങാതിരിക്കാൻ ഉദ്യോഗസ്ഥരുടെ അനങ്ങാപ്പാറ നയം തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മാത്രമല്ല, എല്ലാ തൊഴിലാളികൾക്കും ജോലി ചെയ്താൽ മാത്രമേ വരുമാനമുണ്ടാവൂ. എന്നാൽ സർക്കാർ ഓഫീസിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പോർട്ട് മണലിൽ ഖനനം സ്തംഭിച്ചു നിന്നാലും അവരുടെ ശമ്പളത്തിലോ വരുമാനത്തിലോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവര് വളരെ അനാസ്ഥയോടുകൂടി ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രതിഷേധ പരിപാടിയിൽ INTUC ജില്ലാ സെക്രട്ടറി KNA അമീർ അധ്യക്ഷനായിരുന്നു. KK മനോജ്, രാജേഷ്, KP രാമചന്ദ്രൻ, നീലോട്ട് നാണു, മുസ്തഫ, വിനോദ് ചെറിയത്ത്, ബാലൻ കാളക്കണ്ടി തുടങ്ങി വിവിധ തൊഴിലാളി സംഘടനാ പ്രതിനിധികളും ധർണാ സമരത്തിൽ അണിനിരന്നു. വാർത്തകളിൽ ഇടവേള. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ഗുഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.
കാലിക്കറ്റ് എക്സ്പോ ഏപ്രിൽ 2 മുതൽ മെയ് 21 വരെ കോഴിക്കോട് സ്വപ്നനഗരിയിൽ. കാലിക്കറ്റ് എക്സ്പോ 2017 എല്ലാവർക്കും സ്വാഗതം. ഈ ലോകമഹാത്ഭുതങ്ങൾ ആദ്യമായി ഒന്നിക്കുന്നു കാലിക്കറ്റ് എക്സ്പോ സ്വപ്നനഗരിയിൽ. EK Nayanar ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക എക്സിബിഷൻ കാലിക്കറ്റ് എക്സ്പോ 2017. വിദേശത്തു നിന്നും ഇമ്പോർട്ട് ചെയ്ത ആനിമൽസിന്റെ വിസ്മയ ലോകം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സെൽഫിക്കായി സെൽഫി ക്ലിക്ക് ആർട്ട് ഗാലറി സന്ദർശിക്കാൻ മറക്കല്ലേ. കാലിക്കറ്റ് എക്സ്പോ ഏപ്രിൽ 2 മുതൽ മെയ് 21 വരെ കോഴിക്കോട് സ്വപ്നനഗരിയിൽ. അതെ, ഓരോ ഫോറിൻ ടൂർ കഴിഞ്ഞ് വരുമ്പോഴും ഒരു കുന്നു പുതിയ ഡ്രസ് ഉണ്ടല്ലോ. ടൂർ ഫോറിൻ ആയിരുന്നു, പക്ഷെ തുണി ഇന്ത്യൻ. അത് കളാ. ബെറ്റുണ്ടോ? ബെറ്റുണ്ട്. എടാ, ഇതാണ് കല്യാൺ സിൽക്സിന്റെ പുതിയ ക്ലാസ്മേറ്റ്സ് കളക്ഷൻ. ക്ലാസ്മേറ്റ്സോ? അതെ, ക്ലാസ്മേറ്റ്സ്. മെൻസ് വെയറിലും ലേഡീസ് വെയറിലും സാരിയിലും എല്ലാം ഇന്ത്യയിലെ പ്രമുഖ ഡിസൈനർമാർ കല്യാൺ സിൽക്സിന്റെ സ്വന്തം ഡിസൈൻ സലൂണുകളിൽ അണിയിച്ചൊരുക്കുന്ന യൂത്ത് കളക്ഷൻസ്. വിലയുടെ കാര്യമല്ലേ? അതെ, ശരിക്കും അഫോർഡബിൾ. ക്ലാസ്മേറ്റ്സ് ബൈ കല്യാൺ സിൽക്സ്. അപ്പൊ ബെറ്റ് തോറ്റതിന്റെ പൈസ എടുക്കും. അതൊക്കെ തരാം, പക്ഷേ ആദ്യം ഞാൻ കല്യാൺ സിൽക്സ് വരെ ടൂർ പോയിട്ട് വരാം. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ കലോത്സവമായ ഇന്റർമെഡ് കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. കലോത്സവത്തിലെ സ്റ്റേജ് ഇതര മത്സരങ്ങൾക്ക് തുടക്കമായി. ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിലാണ് കായിക മത്സരങ്ങൾ നടക്കുന്നത്. ഇന്റർമെഡിക്കോസ് കലോത്സവത്തിലെ കായിക മത്സരങ്ങൾക്ക് തുടക്കമായി. ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ത്രോബോൾ, ഖോഖോ, ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ, ചെസ് തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 2000-ഓളം കായിക താരങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. മെയ് 15-ന് ആരംഭിച്ച കായിക മത്സരങ്ങൾ 18-ന് സമാപിക്കും. 10ഓളം ഇനങ്ങളിലാണ് കായിക മത്സരങ്ങൾ നടക്കുക. 29 മെഡിക്കൽ കോളേജുകളിൽ നിന്നായി 5000-ലേറെ മത്സരാർത്ഥികളാണ് കായിക കലാമത്സരങ്ങളിലായി മാറ്റുരയ്ക്കുന്നത്. 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്റർമെഡ് കലോത്സവം കോഴിക്കോട്ട് എത്തുന്നത്. കലോത്സവം 21-ന് സമാപിക്കും. കടുത്ത വേനൽ ചൂടിനെ അവഗണിച്ച് നഗരത്തിൽ നട്ടുച്ച സമരം. സ്കൂളുകളിൽ യൂണിഫോം, പഠനോപകരണങ്ങൾ തുടങ്ങിയവ പണം വാങ്ങി വിതരണം ചെയ്യുന്നതിന് എതിരെയാണ് അച്ഛന്മാരും അമ്മമാരും പ്രതിഷേധ സമരം നടത്തിയത്. വേനൽ ചൂടിൽ നഗരം വെന്തുപൊള്ളുകയാണ്. വെന്തുരുകുന്ന ചൂടിനെ അവഗണിച്ച് പ്രതിഷേധിക്കുകയാണ് ഈ അച്ഛന്മാരും അമ്മമാരും. സമരത്തിന് തിരഞ്ഞെടുത്ത സമയമാകട്ടെ ഉച്ചയ്ക്ക് 12 മണി. ഇതാണ് നട്ടുച്ച സമരം. സ്കൂളുകൾ ചന്തയല്ലെന്നും സ്കൂൾ പഠനം അഴിമതി പഠനമല്ലെന്നും ഓർമ്മിപ്പിക്കാൻ ഒരു സമരമാണിത്. ഗവൺമെന്റ് സ്കൂളിലും വലിയ ഫീസ് ഇന്ന് ഈടാക്കുന്നുണ്ട്. അതുപോലെ ഇവർ കൊടുക്കുന്ന തുണി ഇവർ നിർദ്ദേശിക്കുന്ന ടൈലറെ കൊണ്ട് തന്നെ അടിപ്പിക്കണം. അപ്പോൾ ടൈലർമാർ ഈ സമയത്ത് പോയിട്ട് സ്കൂളുമായിട്ട് ബന്ധപ്പെടുക, ഞങ്ങൾ ഏൽപ്പിക്കണം. അതാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖല പല നിലയ്ക്ക് ആളുകളെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഒരു ചൂഷണത്തെ പറ്റി നമുക്ക് ഒരു ധാരണയുണ്ടല്ലോ, അതിൻ്റെ അപ്പുറം ഇത് വല്ലാത്ത അടിയൊഴുക്കാണ്. ഈ കാര്യം പലരും അറിയാത്ത രീതിയിൽ. അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളെ മികച്ച വിദ്യാലയങ്ങളിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള തത്രപ്പാടിലാണ്. ഈ അവസരം മുതലെടുത്താണ് സ്കൂളുകളിൽ യൂണിഫോമിന് വൻ തുക ഈടാക്കുന്നത്. ഉയർന്ന ഫീസിൽ ചേരുന്ന വിദ്യാർത്ഥികളെ ഇത് ബാധിക്കാറില്ല. എന്നാൽ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾക്ക് താങ്ങാൻ കഴിയാത്തതാണ് സർക്കാർ സ്കൂളുകളിൽ പോലുമുള്ള ഇത്തരം അധിക ഫീസുകളെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. സ്കൂളുകളിലെ പഠനോപകരണ വിൽപ്പനയിലും ഇത്തരം അഴിമതിയാണെന്നാണ് ആരോപണം. തങ്ങളുടെ വേറിട്ട സമരത്തിൽ മറ്റ് രക്ഷിതാക്കളും പങ്കാളികളാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. പട്ടികവർഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പട്ടികവർഗ വികസന വകുപ്പിന്റെ സഹായത്തോടെ സൌജന്യ PSC പരിശീലനം തുടങ്ങുന്നു. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കളക്ടർ UV ജോസ് നിർവഹിച്ചു. തൊഴിൽ തേടുന്ന ഉദ്യോഗാർത്ഥികൾ സർക്കാർ പദ്ധതികൾ ഗൌരവത്തോടെ പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പട്ടികവർഗ വികസന വകുപ്പിന്റെ സഹായത്തോടെയാണ് പട്ടികവർഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കായി സൌജന്യ PSC പരിശീലന പരിപാടി ആരംഭിച്ചത്. വിലങ്ങാട്, ബാലുശ്ശേരി, താമരശ്ശേരി എന്നീ കേന്ദ്രങ്ങളിൽ 25 ദിവസങ്ങളിലായാണ് പരിശീലന പരിപാടി. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കളക്ടർ UV ജോസ് നിർവഹിച്ചു. തൊഴിൽ തേടുന്ന ഉദ്യോഗാർത്ഥികൾ സർക്കാരിന്റെ ഇത്തരം പദ്ധതികളെ ഗൌരവത്തോടെ പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. നീതി എന്നുള്ളത് നമ്മൾ അർഹതപ്പെട്ടതല്ലാതെ അനർഹമായിട്ടൊന്നും കിട്ടാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ച സീനിയോറിറ്റി മാറ്റാൻ പറ്റില്ല.
ഞങ്ങൾ വിചാരിച്ചാൽ പുതിയ ജോലികൾ ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ്. അങ്ങനെയുള്ള ഒരു മേഖലയിലാണ് ഇവിടെ നിങ്ങൾക്കൊരു വലിയൊരു ഓപ്പണിംഗ് ആയിട്ടുണ്ട്. നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ഓഫീസറും കൂട്ടരും ഇവിടെ റീജിയണൽ ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് അതിന്റെ ഒരു അവരതിനകത്ത് കൊടുക്കുന്ന ഒരു പ്രാധാന്യം കണക്കിലെടുത്തതാണ്. ചടങ്ങിൽ മേഖലാ എംപ്ലോയ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ മോഹൻ ലൂക്കോസ് അധ്യക്ഷനായിരുന്നു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KT ശേഖർ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ MA ഷീല, ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ B രാജീവ് കുമാർ, K വേണുഗോപാലൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് എംപ്ലോയ്മെന്റ് ഓഫീസർ P രാജീവൻ പരീക്ഷാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നൽകി. ഇന്ത്യയെ ഒന്നാക്കിയ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ മലബാർ ക്രിസ്ത്യൻ കോളേജ് ലൈബ്രറിയിൽ. സച്ചിനോടുള്ള ആദരമായി അദ്ദേഹത്തെക്കുറിച്ചുള്ള 45ഓളം പുസ്തകങ്ങളാണ് ലൈബ്രറിയിലെ സച്ചിൻ ഗാലറിയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ക്രിക്കറ്റ് എന്ന ഒരു വികാരത്തിന് കീഴിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നവരാണ് ഭാരതീയർ. ആ ഒരൊറ്റ വികാരത്തിലൂടെ ഇന്ത്യയെ ഒന്നാക്കിയ മഹാനാണ് സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിനെക്കുറിച്ച് ഇന്ത്യയിൽ വിവിധ ഭാഷകളിലായി രചിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങളും മാഗസിനുകളും ഉൾപ്പെടുത്തി കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ സച്ചിൻ ഗാലറി സജ്ജമായി. മലയാളം, തമിഴ്, തെലുങ്ക്, ഒറിയ, ബംഗാളി, ആസാമി, ഹിന്ദി, ഇംഗ്ലീഷ്, മറാഠി തുടങ്ങി 9 ഇന്ത്യൻ ഭാഷകളിൽ എഴുതപ്പെട്ടവയാണ് ഈ കൃതികൾ. 45 പുസ്തകങ്ങളാണ് സച്ചിൻ ഗാലറിയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ലോകത്തിൽ ഇന്നുവരെ ഒരു സ്പോർട്സ്മാനെ സംബന്ധിച്ചും ഇത്രയും പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടില്ല എന്നും ക്രിക്കറ്റ് ദേശീയോദ്ഗ്രഥനമാണ് പുസ്തകങ്ങൾ ശേഖരിച്ച് പ്രദർശിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗം മേധാവി പ്രൊഫസർ വസിഷ്ഠ് പറഞ്ഞു. സച്ചിനും ക്രിക്കറ്റും ഇന്ത്യയെ ഒന്നിപ്പിച്ച ഘടകങ്ങളാണ്. ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ സച്ചിനെ കുറിച്ച് ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു കായിക താരത്തിനെ കുറിച്ചും ഇത്രയധികം ഗ്രന്ഥങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഒന്നിപ്പിച്ച സച്ചിനെ കുറിച്ചുള്ള ഈ ഗ്രന്ഥശേഖരണത്തിലൂടെ ഞങ്ങൾ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയം ക്രിക്കറ്റ് ദേശീയോദ്ഗ്രഥനത്തിന് എന്നതാണ്. 2013 മുതലാണ് ലൈബ്രറിയിലേക്ക് സച്ചിന്റെ പുസ്തകങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയത്. 2010നും 2017നും ഇടയിൽ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളാണ് ഇവ. ക്രിസ്ത്യൻ കോളേജിലെ കുട്ടികൾക്കായാണ് സച്ചിൻ ഗാലറി ഒരുക്കിയത്. പ്രത്യേക അനുവാദത്തോടെ പുറത്തുള്ളവർക്കും ഈ പുസ്തകങ്ങൾ വായിക്കാൻ അവസരമൊരുക്കും. ലൈബ്രറിയുടെ നവീകരണത്തിനു ശേഷം സച്ചിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളും ക്രിക്കറ്റിനെക്കുറിച്ചുള്ള മറ്റ് പുസ്തകങ്ങളും ചേർത്ത് പ്രത്യേക സെക്ഷൻ ലൈബ്രറിയിൽ സജ്ജീകരിക്കും. സച്ചിൻ എന്ന താരവും ക്രിക്കറ്റ് എന്ന മാസ്മരികതയും നിറഞ്ഞു തുളുമ്പുന്ന ആരാധക ഹൃദയങ്ങളിൽ സച്ചിനെക്കുറിച്ച് ആഴത്തിൽ അറിയാനുള്ള അവസരമാണ് സച്ചിൻ ഗാലറി ഒരുക്കുന്നത്. കോഴിക്കോട്ടുള്ള എല്ലാ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിജയികളെയും MP അനുമോദിക്കുന്നതിനോടൊപ്പം മോട്ടിവേഷൻ, കരിയർ ഗൈഡൻസ് ക്ലാസുകൾ നടത്തുവാനും തീരുമാനിച്ചതായി MK രാഘവൻ MP പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയായ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ വിജയിച്ച പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളെയും അനുമോദിക്കുമെന്ന് MK രാഘവൻ MP വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അനുമോദിക്കുന്നതോടൊപ്പം പ്രോത്സാഹന ക്ലാസുകൾ നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. 7 അസംബ്ലി മണ്ഡലങ്ങളിലായാണ് വൈബ്രന്റ് കോഴിക്കോട് 2017 എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അവരവരുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന നിയോജക മണ്ഡലത്തിലെ സ്വീകരണ സ്ഥലത്ത് മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയുമായെത്തി പരിപാടിയിൽ പങ്കെടുക്കാം. സ്വീകരണ സ്ഥലത്ത് മോട്ടിവേഷൻ, കരിയർ ഗൈഡൻസ് ക്ലാസുകൾ ഉണ്ടായിരിക്കും. മെയ് 21 പരിപാടി ആരംഭിക്കും. A+ കിട്ടിയ കുട്ടികളെ മാത്രമാണ് എല്ലാവരും ആദരിക്കുന്നത്. ഇത് ഞങ്ങൾ പാസ്സായ മുഴുവൻ കുട്ടികളെയും, +2 പാസ്സായിട്ടുള്ള മുഴുവൻ കുട്ടികളെയും ആദരിക്കാനുള്ള ഒരു പദ്ധതിക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. അത്തരം കുട്ടികൾക്ക് ഇനി തുടർച്ചയായി കോഴിക്കോട് ലോകസഭാ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അവർക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്, കരിയർ ഗൈഡൻസ് ക്ലാസ്, ശില്പശാല അത് സ്ഥിരമായി സംഘടിപ്പിക്കാനാണ് ഈ വൈബ്രന്റ് കോഴിക്കോട് 2017 പ്രധാനപ്പെട്ട ലക്ഷ്യം. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ഗുഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. പ്രിയമുള്ള നാട്ടുകാരെ, ഇനി മുതൽ കോഴിക്കോട് ബീച്ചിൽ ആഘോഷത്തിന്റെ നാളുകൾ. കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ പരിപാടി? കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ വരുന്നേ? കോഴിക്കോട് ബീച്ചിൽ എന്താ? 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 കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? എന്താ കോഴിക്കോട് ബീച്ച്?
ആക്ച്വലി കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. കുട്ടികളുടെ കൂട്ടുകാരായ ഗോറില്ല, ദിനോസർ, അവതാർ, ഒപ്പം പുലിമുരുകനും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഞ്ചരിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആഘോഷിക്കുവാൻ നിരവധി പുതുമകളുമായി മലബാർ ഉത്സവം. പ്രവേശനം വൈകുന്നേരം 3 മണി മുതൽ 9 മണി വരെ. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഓൾ ലൈക്ഡ് ഇറ്റ്. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. വി ഓൾറെഡി ഹാവ് എ പ്ലാൻ. അമ്മേ, കല്യാണത്തിനിടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രത്യേക കൂട്ടായ്മ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ചേർന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. വേതന വിതരണം, ആനുകൂല്യങ്ങൾ, തൊഴിലാളികളിൽ എത്തിച്ചേരുന്നതിലെ കാലതാമസം എന്നിവ കൂട്ടായ്മ ചർച്ചാ വിഷയമാക്കി. സർക്കാരിൽ നിന്ന് സ്കൂൾ പാചക തൊഴിലാളികൾ നേരിടുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് വടക്കൻ മേഖലയിലെ പാചക തൊഴിലാളികൾ പ്രത്യേക കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. വേനലവധിക്കാലത്ത് ജോലിയും വേതനവുമില്ലാത്ത സ്കൂൾ പാചക തൊഴിലാളികൾക്ക് 5000 രൂപ പ്രത്യേക വേതനമായി നൽകുക, മിനിമം വേജസ് കമ്മിറ്റി ശുപാർശ ചെയ്ത മുഴുവൻ ആനുകൂല്യങ്ങളും നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കൂട്ടായ്മയിൽ ഉയർന്നുവന്നത്. വിഷയം സംബന്ധിച്ച് സർക്കാരിന് നിവേദനം സമർപ്പിച്ച നാളുകളായിട്ടും നടപടിയാകാത്തതിലും പ്രതിഷേധം ശക്തമാണ്. ബാങ്ക് വഴിയുള്ള വേതന വിതരണം കാലതാമസം കൂടാതെ തൊഴിലാളികളിലേക്ക് എത്തിക്കാനുള്ള നടപടിയിലും സർക്കാർ മെല്ലെപ്പോക്ക് നയം തുടരുകയാണെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് സംഘടന. എല്ലാ സ്ഥാനങ്ങളിലും അവന്റെ ആരോഗ്യം നൽകുന്നത് ഒരു പോരായ്മയുമില്ലാതെ നമ്മുടെ പാചക തൊഴിലാളികളാണ്. അപ്പൊ നമ്മുടെ അധ്വാനത്തിന്റെ മൂല്യം നമ്മുടെ മുഴുവൻ സഖാക്കളും തലയുയർത്തി പറയാനുള്ള തക്കട നമുക്കുണ്ടാവും. അങ്ങനെ വരുമ്പോ ഈ മറ്റ് ജീവനക്കാർക്ക് ലഭിക്കുന്ന, മറ്റ് ആളുകൾക്ക് ലഭിക്കുന്ന, മറ്റ് സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന, മറ്റ് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യത്തിന് വേണ്ടി നമുക്ക് എപ്പോഴും നമ്മുടെ അഭിപ്രായങ്ങൾ സമരം മുഖേന, നിവേദനം മുഖേന അങ്ങനെയുള്ള നമുക്ക് മുന്നോട്ടുള്ള യാത്ര നമുക്ക് ആരംഭിക്കണം. കൂട്ടായ്മയിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് എം ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ഒ പത്മനാഭൻ, കെ കെ രാജൻ, പി ഉണ്ണീൻ, പി വി പുഷ്പറാണി, ടി കെ ബാലഗോപാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അഖിലേന്ത്യാ തലത്തിൽ വിവാഹ ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. മത്സരത്തിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഫോട്ടോകളുടെ പ്രദർശനം ആർട്ട് ഗാലറിയിൽ നടത്തും. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഖിലേന്ത്യാ തലത്തിൽ വിവാഹ ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മത്സരത്തിൽ നിന്ന് ഈ വർഷത്തെ മികച്ച വിവാഹ ഫോട്ടോഗ്രാഫറെ തിരഞ്ഞെടുക്കും. കൂടാതെ ലോക ഫോട്ടോഗ്രാഫി ദിനത്തോടനുബന്ധിച്ച് ഈ മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഫോട്ടോകൾ ഉൾപ്പെടുത്തി വിപുലമായ ഫോട്ടോ പ്രദർശനം ആഗസ്റ്റ് 18 മുതൽ 23 വരെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടത്തും. വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും സംഘടിപ്പിക്കും. വെഡ്ഡിംഗ് റിഫ്ലക്ഷൻസ് നാഷണൽ വെഡ്ഡിംഗ് ഫോട്ടോ കോമ്പറ്റീഷന്റെ വെബ്സൈറ്റ് ലോഞ്ചിംഗ് മെയ് 18 ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കും. ഇപ്പോഴെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപകരണ ഭ്രമം മൂത്ത കുറെ ആളുകള് കുറെ ലൈറ്റും മറ്റു സാധനങ്ങളും സ്റ്റേജിൽ കൊണ്ടുവച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിക്രിയകൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പലരും അത് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷെ ആരും മിണ്ടുന്നില്ല. അപ്പം പബ്ലിക്കിന് ഈ ഒരു അവയർനെസ് നടത്താൻ ഈ വേൾഡ് ഫോട്ടോഗ്രാഫി ഡേയിൽ ഈ എക്സിബിഷൻ പ്രദർശനത്തോടൊപ്പം നടത്തുന്ന സെമിനാർ, അപ്പം പബ്ലിക്കും ഫോട്ടോഗ്രാഫേഴ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. രാജ്യം ഗുരുതരമായ ഫാസിസ്റ്റ് ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ യുവാക്കൾ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കണമെന്ന് പ്രമുഖ ഡോക്യുമെന്ററി സംവിധായകൻ ബിജു ടോപ്പോ സോളിഡാരിറ്റി യൂത്ത് സ്പ്രിംഗ് ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
സോളിഡാരിറ്റി യൂത്ത് സ്പ്രിംഗ് ഫിലിം ഫെസ്റ്റിവലിന് കോഴിക്കോട് ടൗൺ ഹാളിൽ തുടക്കമായി. ജാർഖണ്ഡിലെ പ്രമുഖ ഡോക്യുമെന്ററി സംവിധായകനും ആക്ടിവിസ്റ്റുമായ ബിജു ടോപ്പോ ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഗുരുതരമായ ഫാസിസ്റ്റ് ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ യുവാക്കൾ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സിനിമകളും ഡോക്യുമെന്ററികളും പ്രദർശിപ്പിക്കാൻ ഇന്ന് കേരളത്തിലുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. यूथ स्प्रिंग फिल्म फेस्टिवल के ऑर्गेनाइजर्स के सभी सदस्यों को मैं तहे दिल से धन्यवाद देता हूं, क्योंकि मुझ जैसे छोटे फिल्म मेकर को आपने बुलाया, हमें इज्जत दिया, सम्मान दिया है. बहुत बहुत धन्यवाद देता हूं आप सबको. കേരളത്തിൽ മാൻഹോൾ എന്ന സിനിമയ്ക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ചപ്പോൾ തമിഴ്നാട്ടിൽ ഇതേ പ്രമേയവുമായി അവതരിപ്പിച്ച കക്കൂസ് നിരോധിക്കപ്പെട്ടത് വിരോധാഭാസമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് പ്രമുഖ തമിഴ് സംവിധായകൻ RP അമുദൻ പറഞ്ഞു. വിചിത്രമായ വാദങ്ങൾ ഉന്നയിച്ച് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ആവിഷ്കാരത്തിന്റെ ശബ്ദങ്ങളെ നിശബ്ദമാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ സജി പാലമേൽ, ആദം അയൂബ്, ഡോക്ടർ PK പോക്കർ, P ബാബുരാജ്, സാദിഖ് ഉളിയിൽ, അഫീദ അഹമ്മദ്, മുഹമ്മദ് ഷമീം, തൗഫിക് മമ്പാട്, ഹാമിദ് സലീം തുടങ്ങിയവർ സംബന്ധിച്ചു. സജി പാലമേലിന്റെ ആറടിയായിരുന്നു ഉദ്ഘാടന ചിത്രം. സിൽസില നൂറിയ കേരളയുടെ ആഭിമുഖ്യത്തിൽ ശരീഅത്ത് മഹാസമ്മേളനവും ആത്മീയ തർബിയത്ത് ക്യാമ്പും മെയ് 20-21 തീയതികളിൽ പെരുവയലിൽ നടക്കും. സയ്യിദ് മുഹമ്മദ് അരിഫുദ്ദീൻ ജിലാലി തങ്ങൾ നേതൃത്വം നൽകും. സിൽസില നൂറിയ കേരളയുടെ ആഭിമുഖ്യത്തിൽ ശരീഅത്ത് മഹാസമ്മേളനവും ആത്മീയ തർബിയത്ത് ക്യാമ്പും നടക്കും. മെയ് 20-21 തീയതികളിൽ കോഴിക്കോട് പെരുവയലിലാണ് സമ്മേളനം നടക്കുക. സയ്യിദ് മുഹമ്മദ് ആരിഫുദ്ദീൻ ജിലാനി തങ്ങൾ നേതൃത്വം നൽകും. കൻസുൽ ഇർഫാൻ ഷൈഖുന സയ്യിദ് അഹമ്മദ് മുഹീദ്ദീൻ ജിലാനി നൂറി ഷാസാനി മുഖ്യപ്രഭാഷണം നടത്തും. പ്രമുഖ സൂഫിയാക്കളും സദാത്തീങ്ങളും പണ്ഡിതന്മാരും സംബന്ധിക്കും. 20-21 തീയതികളിൽ പെരുവയലിൽ നടത്തപ്പെടുന്ന മഹത്തായ സമ്മേളനവും അതിനനുബന്ധിച്ചുള്ള തർബിയത്ത് ക്യാമ്പും. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് വെസ്റ്റ് മേഖലാ സമ്മേളനം നടന്നു. ജില്ലാ പ്രസിഡന്റ് ചന്ദ്രൻ കുറ്റ്യാടി ഉദ്ഘാടനം ചെയ്തു. CWSA കോഴിക്കോട് വെസ്റ്റ് മേഖലാ സമ്മേളനം മാത്തോട്ടം കിങ്സ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഇ പുഷ്പരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ചന്ദ്രൻ കുറ്റ്യാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ സെക്രട്ടറി KP ബഷീർ റിപ്പോർട്ടും മേഖലാ ട്രഷറർ MTH കോയ വരവ് ചെല കണക്കും അവതരിപ്പിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി P രാമചന്ദ്രൻ, പ്രകാശ് കോഴിക്കൽ, മുഹമ്മദ് കോയ, KK വിജയരാജൻ, AK ഗോപാലകൃഷ്ണൻ, A രാജൻ, വിനീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം സാസ് റെസിഡൻസിൽ നടന്നു. മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് A ഗിരീഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മോഹനൻ മൂത്തേന പരിപാടിയിൽ അധ്യക്ഷനായി. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. കൺവീനർ അബ്ദുൽ അസീസ്, ജില്ലാ സെക്രട്ടറി P രാജൻ, ജില്ലാ ട്രഷറർ KP ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റെയിൽവേ സ്റ്റേഷൻ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി പിന്നീട് പറയുമെന്ന് MK രാഘവൻ MP. ഇപ്പോൾ സമയമായില്ലെന്നും MP. നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഫാർമസി കൊണ്ടുവരാനുള്ള നടപടി ജനങ്ങളെ വലയ്ക്കുമെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ മെയ് 30 മെഡിക്കൽ ഷോപ്പുകൾ അടച്ച് പ്രതിഷേധിക്കും. ജില്ലയിലെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിജയികൾക്ക് അനുമോദനവുമായി MK രാഘവൻ MP. വൈബ്രന്റ് കോഴിക്കോട് 2017 എന്ന പേരിലാണ് പരിപാടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.